ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ വണ്ടി അപകടത്തിലായെന്ന് അറിഞ്ഞ ആ നിമിഷം തന്നെ പ്രിയങ്ക വേഗം കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. വരുൺ ഒരു അബോധാവസ്ഥയിലേക്ക് മാറുന്നു എന്ന് കണ്ടതോടെ പ്രിയങ്ക ഒന്നും മിണ്ടാതെ വേഗം ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയും വരുണിനെ ആ കാറിനുള്ളിൽ തനിച്ചാക്കി പ്രിയങ്ക വേഗം തന്നെ തന്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് പുറത്തിറങ്ങി നടന്നു മുന്നോട്ട് പോകുന്നു. വരുൺ പ്രിയങ്ക പോകുന്നത് ഒരു മിനായം പോലെ കാണുകയും ബോധം കെട്ട് വീണ്ടും ആ സ്റ്റിയറിംഗിലേക്ക് തന്നെ തല ചായ്ച്ച് വരുൺ കിടന്നു. ഈ സമയത്ത് പ്രിയങ്ക വേഗം തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വരുണുമായിട്ട് ഇനി ഒരു കാര്യവും അല്ലെങ്കിൽ വരുണിന്റെ കൂടെ ഇനി മുന്നോട്ട് പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ, വരുണിന് അപകടം പറ്റിയാലും തനിക്കൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ പ്രിയങ്ക കാറിൽ നിന്നിറങ്ങി വേഗം തന്നെ പോകുന്നു. പ്രിയങ്ക മുഖേനയാണ് അപകടമുണ്ടായത് എന്ന യാതൊരു കുറ്റബോധം പോലും ഇല്ലാതെ വരുണിനെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പ്രിയങ്ക പോകുമ്പോൾ വരുൺ വേഗം കാറിലെ തന്റെ കണ്ണാടിയിൽ നോക്കി മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതൊക്കെ വരുൺ കണ്ടു. എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് മനസ്സിലാക്കിയ വരുൺ പതിയെ ഇനിയും വണ്ടി തനിച്ച് ഓടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതും വേഗം തന്നെ തന്റെ സീറ്റ് ബെൽറ്റ് ഊരിക്കളഞ്ഞ് വരുൺ പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത് കൈകൊണ്ട് തൊട്ടു നോക്കി വരുൺ അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ നോക്കി തലയ്ക്കും വല്ലാത്ത ബുദ്ധിമുട്ടുള്ളതുപോലെ തനിച്ച് മുന്നോട്ട് വണ്ടി ഓടിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ രീതിയിൽ വരുൺ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് യശോദയും കൂട്ടിക്കൊണ്ട് തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ രാധിക യശോദ തന്നോട് ഒരു കാര്യവും മിണ്ടാത്തതിന്റെ നിരാശയിലായിരുന്നു. അമ്മയോട് എത്ര ചോദിച്ചിട്ടും താൻ ചെയ്ത തെറ്റെന്താണെന്ന് പറയാൻ കൂട്ടാക്കാത്ത യശോദയുടെ പെരുമാറ്റത്തിൽ വല്ലാതെ വേദനയോടെ രാധിക ആ ഓട്ടോയിൽ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആ പോകുന്ന വഴിക്കായിട്ട് ഒരു കാറ് മരത്തിലിടിച്ചിട്ട് കിടക്കുന്ന കണ്ടത്. അതിലെ കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്ന ആളെ രാധിക ശ്രദ്ധിച്ചു. അപ്പോഴേക്കും അത് വരുണാണെന്ന് കണ്ടതോടെ വേഗം രാധിക യശോദയെ വിളിച്ചു. അമ്മേ, ദേ നോക്കിക്കേ എന്ന് പറഞ്ഞതും രാധിക വേഗം പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ കാറിനരികിൽ വരുൺ അപകടം സംഭവിച്ചിട്ട് പുറത്തിറങ്ങി നിൽക്കുന്ന കാഴ്ച കണ്ടു. വേഗം തന്നെ യശോദയും രാധികയും പുറത്തേക്ക് ഇറങ്ങി. യശോദ ഉടനെ തന്നെ രാധികയോടൊപ്പം വരുണിന്റെ അരികിലേക്ക് ചെന്നു. യശോദ ചോദിച്ചു, എന്താ മോനെ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചിട്ടും അത് എൻ്റെ കൈയൊന്ന് പാളിപ്പോയി, കൈയൊന്ന് പാളി മരത്തിൽ ചെന്ന് വണ്ടി ഇടിച്ചു, സ്റ്റിയറിംഗിൽ ഇടിച്ചതാ മുഖത്ത് എന്ന് പറഞ്ഞതും മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് യശോദ ചോദിച്ചു, അയ്യോ, മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ മോനെ എന്ന് പറഞ്ഞതും കുഴപ്പമില്ല, ഒന്ന് മുഖം കഴിയാ പോയിക്കോളും എന്ന് പറഞ്ഞതും പെട്ടെന്ന് രാധിക പറഞ്ഞു, അതെ, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ട്, നിൽക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു, കുഴപ്പമില്ലടോ. വേഗം തന്നെ ഡോർ തുറന്ന് ആ കാറിനുള്ളിലിരുന്ന വെള്ളം എടുത്ത് മുഖം കഴുകുകയാണ് വരുൺ. അതിനുശേഷം കുറച്ച് വെള്ളവും കുടിച്ചു. മുഖം കഴുകിയിട്ടും ആ വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടും മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന നിൽക്കുന്നില്ല. ഇത് കണ്ടതോടെ യശോദ ചോദിച്ചു, അയ്യോ മോനെ, ബ്ലഡ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, മോൻ ഹോസ്പിറ്റലിൽ പോകാം, അതാ നല്ലത്, മോൻ വീട്ടിലേക്ക് വിളിച്ച് പറ, ആരെങ്കിലും വിളിച്ച് പറ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, അതൊന്നും സാരമില്ല. അപ്പോഴേക്കും വരുൺ പറഞ്ഞു, കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലെന്നേ എന്ന് പറഞ്ഞപ്പോ, അല്ല, നിങ്ങളിപ്പോ എവിടെ പോയിട്ട് വന്നതാ എന്ന് രാധികയോട് വരുൺ അന്വേഷിച്ചു. അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ എന്ന് പറഞ്ഞപ്പോ വരുൺ വേഗം യശോദയോട് ചോദിച്ചു, അല്ല, അമ്മയ്ക്ക് എന്താ പറ്റിയത്? എനിക്ക് ചെറിയൊരു തലകറക്കം എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞ് വരുൺ അങ്ങനെ നിൽക്കുമ്പോഴാണ് മൂക്കിൽ നിന്ന് വീണ്ടും ബ്ലഡ് വരുന്നത് കണ്ടത്. ഉടനെ യശോദ പറഞ്ഞു, മോനെ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, ഞങ്ങൾ വരാം കൂടെ, മോന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക, നമുക്ക് പോകാം മോനെ എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, സാരമില്ല മേം, ഇത് കുഴപ്പമില്ല. അപ്പോഴേക്കും യശോദയും നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ രാധിക വളരെ ദേഷ്യത്തെ പറഞ്ഞു, ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, വരുന്നുണ്ടോ? ഈ വണ്ടി ഇവിടെ കിടന്നോട്ടെ, ഓട്ടോയിൽ നമുക്ക് പോകാം, എന്താ വരുന്നുണ്ടോ എന്ന് രാധിക വളരെ ഗൗരവത്തോടെ ചോദിച്ചപ്പോ വരുൺ പേടിച്ചിട്ട് ശരി വരാം എന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. രാധികയെ നോക്കി പുഞ്ചിരിയോടെ രാധിക തന്നോട് ഇത്ര താല്പര്യത്തോടെയും തന്റെ മേൽ ഇത്രയും അധികാരത്തോടെയും സംസാരിച്ചതിന്റെ സന്തോഷമായിരുന്നു വരുണിന്റെ മുഖത്ത്. വേഗം തന്നെ വരുൺ തന്റെ കയ്യിൽ കാറിൽ നിന്ന് കീ എടുത്ത് കാർ ലോക്ക് ചെയ്തതിനു ശേഷം രാധികയോടൊപ്പം വരുൺ പോകാമെന്ന് സമ്മതിച്ചു. അങ്ങനെ വരുണും രാധികയും യശോദയും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഓട്ടോയ്ക്കരികിലേക്ക് നടന്നു. രാധിക വേഗം ഓട്ടോയിലേക്ക് കയറുന്നത് കണ്ട് വരുൺ പെട്ടെന്ന് തന്നെ യശോദയെ മറികടന്ന് വേഗം ഓട്ടോയിലേക്ക് കയറി. അങ്ങനെ ഓട്ടോയ്ക്കകത്ത് കയറി വരുൺ കയറി നേരത്തെ രാധികയുടെ തൊട്ടടുത്തായിട്ട് കയറിയിരുന്നു. ഈ കാഴ്ച കണ്ട് യശോദ കുറച്ചു നേരത്തേക്ക് രാധികയെ നോക്കി. അതിനുശേഷം യശോദയും ഓട്ടോയിലേക്ക് കയറി. വരുൺ അങ്ങനെ രാധികയോടൊപ്പം കയറിയിരുന്നത് കണ്ടതോടെ യശോദയ്ക്ക് വീണ്ടും ആകെ സംശയങ്ങൾ കൂടുന്നു.
അപ്പോഴേക്കും രാധിക ഓട്ടോക്കാരനോട് വണ്ടി എടുത്തോളാൻ പറഞ്ഞതും ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വണ്ടി നേരെ തിരിച്ചു. വീണ്ടും ഓട്ടോ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുമ്പോൾ വരുൺ രാധികയുടെ അടുത്തായിട്ട് കയറിയിരിക്കുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു വരുൺ. അതുകൊണ്ട് രാധികയെ വരുൺ പതുക്കെ തോളിലേക്ക് ചേർന്ന് രാധികയുടെ തോളിലേക്ക് തന്റെ കൈ ഷോൾഡർ കൊണ്ട് വീണ്ടും തട്ടുന്നു. അപ്പോഴേക്കും രാധിക വരുണിന്റെ കൈ ഒന്ന് പതുക്കെ തോണ്ടിയതിനു ശേഷം രാധിക വരുണിന്റെ കൈ തള്ളി മാറ്റി. അതിനുശേഷം രാധിക മുന്നിലേക്കായി മാറിയിരുന്നു. വരുൺ അപ്പോഴും രാധികയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. രാധികയോട് സംസാരിക്കാനായിട്ട് വരുൺ വീണ്ടും വീണ്ടും രാധികയെ തന്നെ നോക്കുന്നത് യശോദ ശ്രദ്ധിച്ചു. വരുണിന്റെ ഓരോ കുസൃതികൾ യശോദ ശ്രദ്ധിക്കുന്നത് വരുണിനും മനസ്സിലായി. വീണ്ടും രാധികയെ നോക്കി രാധികയോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞതിന് സന്തോഷമായിരുന്നു വരുണിന്റെ മുഖത്തൊക്കെ. രാധിക അമ്മ തന്നോട് പിണങ്ങിയിരിക്കുന്നതിന്റെ നിരാശയിലും വീണ്ടും വരുൺ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് കണ്ട് അമ്മയ്ക്ക് വീണ്ടും സംശയമാകുമോ എന്ന ആശങ്കയും രാധികയുടെ മനസ്സിലലട്ടി. അതിനുശേഷം അവർ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞതും ഡോക്ടർ വരുണിനെ പരിശോധിച്ചു. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് ഡോക്ടർ ചോദിച്ചു, ശരിക്കും സ്റ്റിയറിംഗിൽ തട്ടി അപകടം ഉണ്ടായതാണോ അതോ മറ്റേതെങ്കിലും വണ്ടിയുമായി കൂട്ടിയിടിച്ചതാണോ എന്ന് ഡോക്ടർ അന്വേഷിച്ചതും വരുൺ പറഞ്ഞു, അല്ല, വണ്ടി മരത്തിലിടിച്ചതാ. സ്റ്റിയറിംഗില് തട്ടി തന്നെ ഉണ്ടായ അപകടമാണ്. ഞാൻ വളരെ മര്യാദയോടെ ഡ്രൈവ് ചെയ്യുന്ന ആളാണ് മേഡം, അല്ലാതെ ഞാൻ പ്രശ്നക്കാരനല്ല എന്ന് വരുൺ ഡോക്ടറോട് അറിയിച്ചു. അത് കേട്ടും ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ചെറുപ്പക്കാര് 2 വീലർ ആണെങ്കിലും 4 വീലർ ആണെങ്കിലും ശരി, കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളാണ് ഇവിടുത്തെ ഈ റോഡിലെ രാജാവ് എന്ന രീതിയിലാണ് നിങ്ങളുടെ ഡ്രൈവിങ്. അതുകൊണ്ട് ഇനി അഥവാ മറ്റേതെങ്കിലും വണ്ടിയുമായി കൂട്ടിയിടിച്ച് ഉണ്ടായ അപകടമാണെങ്കിൽ പോലീസിനെ ഇൻഫോം ചെയ്യണം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞതും വരുൺ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പെട്ടെന്ന് കാർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒന്ന് ബാക്കൗട്ടായിപ്പോയി, അതുകൊണ്ട് സംഭവിച്ചതാണ്. ഇനി ഒരിക്കലും ആവർത്തിക്കില്ല ഡോക്ടർ, ഐ എം സോറി എന്ന് വരുൺ സോറി പറഞ്ഞതും ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല, എന്തായാലും ഒരു ഇഞ്ചക്ഷൻ എടുക്കാം. പിന്നെ എന്നിട്ടും ബ്ലഡ് നിൽക്കുന്നില്ലെങ്കിൽ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്കാനിങ്ങോ മറ്റോ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. വരുൺ രാധികയെ തന്നെ നോക്കിയിരിക്കുമ്പോൾ വരുണിന്റെ മുഖത്ത് നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് രാധിക ആകെ വിഷമത്തോടെ വരുണിനെ നോക്കി. യശോദ വരുണിനെ നോക്കി പറഞ്ഞു, അതെ, ഇനിയും മോൻ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിക്കണേ, വണ്ടി ഓടിക്കുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം, എന്തെങ്കിലുമൊക്കെ വരാൻ അധികം നേരം വേണ്ട എന്ന് യശോദ പറയുമ്പോൾ അത് കേട്ട് നിന്ന രാധിക വരുണിന് നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതെ, വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. ഓരോ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. വീട്ടിൽ തന്നെ ഒരാളുള്ളപ്പോ ഇനി അതിൽ കൂടുതൽ എന്താ പഠിക്കാനുള്ളത്? വീട്ടിൽ തന്നെ അങ്ങനെ അപകടം സംഭവിച്ച ഒരാൾ ഇരിക്കുന്നത് കണ്ടിട്ടല്ലേ എന്ന് രാധിക ദേഷ്യത്തോടെ വരുണിനോട് ചോദിച്ചു. ആ ചോദ്യം കേട്ടതും രാധികയുടെ വാക്കുകൾ കേട്ട് വരുണിന്റെ അരികെ തന്നെ തന്നോടുള്ള സ്നേഹത്തിലൂടെയുള്ള ആ സംസാരം കേട്ട് അതിശയത്തോടെ വരുൺ അങ്ങനെ നോക്കുമ്പോ യശോദ അതിനേക്കാളേറെ അതിശയപ്പെട്ടുകൊണ്ട് രാധികയുടെ മുഖത്തേക്ക് നോക്കി. വരുണിനെ ഒന്ന് ഉപദേശിച്ചിട്ട് നേരെ അമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും യശോദ സംശയത്തോടെ നോക്കുന്നത് കണ്ട് രാധിക ആകെ തപ്പിത്തലറിഞ്ഞ് പറഞ്ഞു, അയ്യോ, അത് പിന്നെ ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയതാ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറഞ്ഞു, അത് സാരമില്ല, സ്നേഹത്തോടെയുള്ള ഉപദേശം എനിക്ക് ഒത്തിരി ഇഷ്ടമാ, വളരെയേറെ ഇഷ്ടമാ എന്ന് വരുൺ സന്തോഷത്തോടെ രാധികയുടെ ആ വാക്കുകളെ താൻ സ്വീകരിച്ചു എന്ന രീതിയിൽ സംസാരിച്ചു. അത് കേട്ട് കഴിയുമ്പോഴേക്കും വരുൺ അങ്ങനെ പുഞ്ചിരിയോടെ ഇരിക്കുമ്പോഴാണ് നേഴ്സ് വന്ന് വരുണിന് ഇഞ്ചക്ഷൻ എടുക്കാനൊരുങ്ങി. വരുൺ വേഗം തൻ്റെ കൈ കാണിച്ചു കൊടുക്കാൻ മടി കാണിച്ചു നിൽക്കുമ്പോൾ വരുണിനോട് നേഴ്സ് പറഞ്ഞു, ആ ഷർട്ടൊന്ന് മാറ്റണേ. അതിനുശേഷം വരുൺ തൻ്റെ കൈ കാട്ടിയതും വരുൺ ഇഞ്ചക്ഷൻ എടുക്കുന്നത് കണ്ട് രാധിക കണ്ണടച്ചു നിന്നു. അതിനുശേഷം ഉടൻ തന്നെ രാധികയോട് നേഴ്സ് പറഞ്ഞു, അതെ, ഒന്ന് തിരുമ്മി കൊടുക്കണേ. അത് കേട്ട് രാധിക ആകെ സംശയപ്പെട്ട് നിൽക്കുമ്പോൾ രാധികയുടെ കയ്യിലേക്ക് ആ പഞ്ഞി കൊടുത്തിട്ട് നേഴ്സ് പറഞ്ഞു, ദാ ഇതൊന്ന് തടവി കൊടുത്തേക്ക്. ഉടനെ വരുണിന്റെ കയ്യിലെ ആ ഇഞ്ചക്ഷൻ എടുത്ത പാടിൽ ആ പഞ്ഞി വെച്ച് തടവി കൊടുക്കുമ്പോൾ വരുൺ രാധികയെ നോക്കി വളരെ സന്തോഷത്തോടെ പറഞ്ഞു, താങ്ക്സ്. തടവാൻ താൻ കൂടെ ഉള്ളപ്പോൾ വേദന ഒട്ടും തന്നെ ഇല്ല എന്ന് രാധികയോട് വരുൺ മറുപടി പറയുമ്പോൾ ചിരിച്ചുകൊണ്ടുള്ള രാധികയുടെ വാക്കുകൾ കേട്ട് രാധികയോട് വരുൺ പറയുന്നത് കേട്ട് ഒട്ടും ഇഷ്ടപ്പെടാതെ ആകെ സംശയത്തോടെ യശോദ മുഖം തിരിച്ചെന്നു. യശോദയും അവിടെ ഇതെല്ലാം കേട്ട് നിൽപ്പുണ്ടെന്നുള്ള കാര്യം പോലും മറന്നുള്ള വരുണിന്റെ വാക്കുകൾ രാധികയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അപ്പോഴാണ് പ്രിയങ്ക തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് വരുൺ രാധികയെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് യശോദ പറഞ്ഞു, മോനെ, പ്രിയങ്ക മോളെ ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞത് ഉടനെ വരുൺ പറഞ്ഞു, അത് സാരയില്ല മാം, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുമല്ലോ, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വരുൺ മറുപടി പറയുമ്പോൾ രാധികയെ നോക്കി യശോദ ദേഷ്യത്തോടെ അങ്ങനെ നിന്നു. ഉടനെ തന്നെ
വരുൺ മുത്തശ്ശിയെ വിളിക്കാനായിട്ടും മറ്റാരെയും വിളിക്കണ്ട എന്ന് പറഞ്ഞ് വേഗം വരുൺ പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ഉടനെ അവിടെ നിന്ന് യശോദ പറഞ്ഞു, അത് ശരിയാവില്ല, മോൻ എന്തായാലും പ്രിയങ്കയെ വിളിക്ക്, എന്തായാലും അവള് അറിയേണ്ട കാര്യമല്ലേ ഇത് എന്ന് പറഞ്ഞു. ഉടനെ വരുൺ പറഞ്ഞു, അല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലെ അയാൾ വരുന്നത് ശരിയല്ല എന്ന് വരുൺ പറയുമ്പോൾ വീണ്ടും യശോദ നിർബന്ധിച്ചു. അവസാനം വരുൺ യശോദയുടെ നിർബന്ധം കാരണം യശോദയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചു. പ്രിയങ്ക വരുണിന്റെ കോള് വരുന്നത് കണ്ടതോടെ കോള് കട്ട് ചെയ്ത് കളഞ്ഞു. ഉടനെ വരുൺ പറഞ്ഞു, അതെ പ്രിയങ്ക കോൾ എടുക്കുന്നില്ല, ഇനി ചിലപ്പോ മുത്തശ്ശിയുടെ അടുത്ത് മറ്റോ ആയിരിക്കും, സാരയില്ലമ്മേ ഞാനിപ്പോ അങ്ങോട്ട് ഇല്ലുവല്ലോ എന്ന് പറഞ്ഞു. പിന്നെ പ്രിയങ്കയ്ക്ക് പകരം ഇവിടെ വേറെ ആളുണ്ടല്ലോ എന്ന് വരുൺ രാധികയെ നോക്കി പറയുമ്പോൾ അത് കേട്ട രാധിക ഞെട്ടലോടെ യശോദയെ നോക്കി. ഉടനെ യശോദ പറഞ്ഞു, എന്തായാലും ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു രാധികയോട് തന്റെ ഫോൺ തരാനായി യശോദ ആവശ്യപ്പെട്ടു. രാധിക ഫോൺ എടുത്തു കൊടുത്തതും യശോദ ഫോണുമായി പോകുന്ന നേരത്ത് വരുൺ രാധികയുടെ അരികിലേക്ക് ചേർന്നു വന്നിരുന്നു. വരുൺ രാധികയെ തന്നെ അങ്ങനെ നോക്കുമ്പോൾ രാധിക വരുണിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴേക്കും മൂക്കിലൂടെ ബ്ലഡ് വരുന്നത് കണ്ടതോടെ രാധിക പറഞ്ഞു, ദാ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നു എന്ന്. ഞാൻ നേഴ്സിനോട് പറയാമെന്ന് പറഞ്ഞ് രാധിക നേഴ്സിനോട് പറയാൻ പോകാൻ തുടങ്ങുമ്പോൾ വരുൺ പറഞ്ഞു, അതൊന്നും വേണ്ടോ, താൻ ആ പഞ്ഞിയെടുത്ത് ഒന്ന് തൂത്തു തന്നാൽ മതി. അത് കേട്ടതും വരുൺ രാധികയുടേത് ആവശ്യപ്പെട്ടതോടെ രാധിക ആകെ ഞെട്ടിത്തിരിച്ചു. എടുത്ത് തൂത്തുതാടോ എന്ന് പറഞ്ഞതും വരുണിന്റെ ആവശ്യം കേട്ട് രാധിക വേഗം പഞ്ഞി എടുത്തുകൊണ്ട് വന്ന് വരുണിന്റെ മുഖത്ത് ആ ബ്ലഡ് വന്നത് തൂത്ത് പതുക്കെ എടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ മൂക്കിൽ നിന്ന് വരുന്ന ബ്ലഡ് പതുക്കെ തൂത്തെടുക്കുന്നതിനിടയിൽ അമ്മ അവിടേക്ക് വരുന്നുണ്ടോ എന്ന ആശങ്കയായിരുന്നു രാധികയുടെ മനസ്സിൽ. വരുന്നില്ലടോ എന്ന് വരുൺ രാധികയെ തോണ്ടി വിളിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വരുൺ രാധികയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിട്ട് പറഞ്ഞു, പരിചരിക്കാൻ താനുണ്ടെങ്കിൽ എത്ര വലിയ അസുഖം വന്നാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറഞ്ഞ് വരുൺ രാധികയെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അവിടേക്ക് യശോദ എത്തി. പെട്ടെന്ന് വരുണിന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് രാധിക അത് തൂത്തുകൊണ്ടിരിക്കുന്നത് കണ്ടതോടെ യശോദയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും രാധിക പറഞ്ഞു, മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ട് ഞാൻ തൂത്തു കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ വരുണാകെ കണ്ണു മിഴിച്ച് പേടിച്ചങ്ങനെ ഇരിക്കുന്നത് കണ്ട് രാധിക വരുണിനെ നോക്കി ദേഷ്യത്തോടെ കണ്ണുരുട്ടി. അപ്പോഴേക്കും വരുൺ വീണ്ടും തന്റെ മൂക്കിന് തുമ്പത്ത് ബ്ലഡ് വാതിരുന്നത് വീണ്ടും വന്നുകൊണ്ടിരുന്നത് അതൊക്കെ കൈകൊണ്ട് ഒന്ന് തൂത്തു. അതിനുശേഷം രാധിക അതെല്ലാം നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയങ്ക തിരികെ കണിമംഗലത്തേക്ക് വന്നിറങ്ങി. ഓട്ടോയ്ക്ക് കാശ് കൊടുത്ത് പതുക്കെ നടന്നു വീട്ടിലേക്ക് കയറുന്നതിനിടയിലാണ് വാതിക്കലേക്ക് എത്തിയപ്പോൾ ആലോചിച്ചത്, ദൈവമേ വരുണിന്റെ കൂടെയല്ലേ ഞാൻ പോയത്, വരുണില്ലാതെ തനിച്ചിവിടേക്ക് വന്നാൽ പിന്നെ അത് മതിയല്ലോ എന്നാലോചിച്ച് വേഗം തിരിച്ചു പോകാമെന്നോർത്ത് പ്രിയങ്ക തിരിച്ചു നടക്കുന്നതിനിടയിലാണ് ഊർമിളയും അവിടേക്ക് കൽപ്പനയും ഉർവശിയും കൂടി എത്തിയത്. രണ്ടുപേരും കൂടി വാതിക്കലേക്ക് എത്തിയതും പ്രിയങ്കേ നീ ഇതെങ്ങോട്ടാ എന്ന് ഉറക്കെ വിളിച്ചു ചോദിച്ചു. അപ്പോഴേക്കും പ്രിയങ്ക പിന്തിരിഞ്ഞങ്ങനെ നോക്കിയതും, അല്ല വരുൺ എവിടെ, വരുണിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചു. ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഔട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന കൽപ്പനയുടെ ചോദ്യം കേട്ട് ഉർവശി പറഞ്ഞു, അത് പിന്നെ ഇല്ലാതെ ഇത്ര പെട്ടെന്ന് കഴിയാതിരിക്കുവോ, രണ്ടുപേരും കൂടി അടിച്ചു പിരിഞ്ഞു പോകുന്നതായിരിക്കും, അല്ലാതെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ് പ്രിയങ്കയെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് മുത്തശ്ശിയും പത്മിനിയെയും കൽപ്പന വിളിച്ചത്. അതെ അമ്മേ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞപ്പോൾ പത്മിനിയും മുത്തശ്ശിയും കൂടി അവിടേക്ക് എത്തി. പിന്നെ കൽപ്പന പറഞ്ഞു, ഞാൻ പറയുമ്പോഴാണല്ലോ നിങ്ങൾക്ക് സംശയം, നിങ്ങൾ വിശ്വസിക്കത്തില്ലാത്തത്, ഇപ്പോ നേരിൽ കാണാം, കണ്ടില്ലേ രണ്ടുപേരും കൂടി ഇവിടുന്ന് ഒരുമിച്ച് പോയിട്ട് ഇപ്പോ രണ്ടുപേരും അടിച്ചു പിരിഞ്ഞ് ഇവിടേക്ക് പ്രിയങ്ക തനിച്ച് വന്നിരിക്കുന്നത് കണ്ടില്ലേ, വരുണിനെ കൂടെ ഇല്ലാതെ പ്രിയങ്ക തനിച്ച് ഇവിടേക്ക് വന്നത് കാണുമ്പോൾ തന്നെ അറിയത്തില്ലേ രണ്ടും കൂടി അടിയുണ്ടാക്കി വന്നതാണെന്ന്. ഇതൊക്കെ കേട്ടതോടെ പത്മിനിയും മുത്തശ്ശിയും കൂടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, കൽപ്പന നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഉടനെ കൽപ്പന പറഞ്ഞു, ഞാൻ പറയുന്നതും കാണിച്ചു തരുന്നതൊക്കെയാണല്ലോ പ്രശ്നങ്ങൾ, എന്റെ മുന്നില് ഇവര് എപ്പോഴും അടിക്കുന്നത് പോലെ കാണിക്കുകയും പിന്നെ മുത്തശ്ശിയും അമ്മയും വരുമ്പോൾ ഇവർ വളരെ സ്നേഹത്തിലുമാകും. അല്ല പ്രിയങ്ക നിനക്കിപ്പോൾ എന്താ ഒന്നും പറയാനില്ലാത്തത്, അല്ലെങ്കിൽ നിനക്ക് മുത്തശ്ശിയും അമ്മയും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ 100 നോവാണല്ലോ എന്ന് ചോദിച്ചു. ഉടനെ മുത്തശ്ശി അരികിലേക്ക് എത്തി ചോദിച്ചു, അല്ല മോളെ വരുൺ എവിടെ, വരുണിനെ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ പ്രിയങ്ക പറഞ്ഞു, വരുണും ഞാനും കൂടി ഒന്നിച്ചാ മുത്തശ്ശി ഇവിടേക്ക് വന്നത്, വരുൺ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ട് വരുൺ പോയി എന്തൊക്കെയോ സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടതും കൽപ്പന പറഞ്ഞു, വെറുതെ ഈ പ്രിയങ്ക പറയുന്നത്, എന്ത് സാധനം മേടിക്കാനാവും പോയത്, നീ വെറുതെ കളവ് പറയണ്ട എന്ന് പറഞ്ഞതും രാധിക ഉടനെ തന്നെ പ്രിയങ്കയെ നോക്കി കൽപ്പന അങ്ങനെ പറയുന്നത് കേട്ട് മുത്തശ്ശി പറഞ്ഞു, എൻ്റെ
കൽപ്പനയെ നിങ്ങൾക്കെന്താ ഇത്ര നിർബന്ധം? ഇവര് തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കി പിരിയണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം? എപ്പോഴും അങ്ങനെയാണല്ലോ നിങ്ങളുടെ സംസാരം? അപ്പോഴേക്കും പത്മിനിയും പറഞ്ഞു, കൽപ്പനെ നീ ഒന്ന് വെറുതെ ഒന്ന് വിട് ഈ കുട്ടികളെ. എപ്പോ നോക്കിയാലും നീ ഇതുപോലെ ഇവരുടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ. ഇവരെ രണ്ടുപേരെയും പിരിക്കാനാണല്ലോ നിന്റെ ശ്രമം എന്നിങ്ങനെ സംസാരിച്ചു. അപ്പോഴേക്കും കൽപ്പന പറഞ്ഞു, അമ്മേ ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങളുടെ എല്ലാം മുന്നിൽ ഇവർ വെറുതെ അഭിനയിക്കണ്ട. നേരിൽ കണ്ട ഇവരപ്പ തുടങ്ങും അടി എന്നെല്ലാം പറഞ്ഞ് കൽപ്പന സംസാരിക്കുന്നതിനിടയിൽ ഉടനെ പ്രിയങ്കയോട് മുത്തശ്ശി ചോദിച്ചു, അല്ല മോളെ വരുൺ എവിടെ? വരുൺ മോനെ കണ്ടില്ലല്ലോ, അവൻ എവിടെ എന്ന് ചോദിച്ചപ്പോ പ്രിയങ്ക പറഞ്ഞു, മുത്തശ്ശി അത് ഇവരെന്നോട് ചോദിച്ചിട്ട് ഞാൻ അതിന് മറുപടി പറയാനുള്ള ഗ്യാപ്പ് ഇവരെനിക്ക് തരണ്ടേ മുത്തശ്ശി. അതിനു മുമ്പ് ഇവര് തന്നെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് അങ്ങ് സംസാരിച്ചോളുവാ. ഞാനും വരുണും കൂടി ഇവിടേക്ക് ഒരുമിച്ചാ വന്നതെന്ന് പറഞ്ഞില്ലേ, അത് സത്യം തന്നെയാ. വരുൺ എന്തൊക്കെയോ സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞ് വരുൺ ഇവിടെ നിന്ന് പോയതാ എന്ന് പറഞ്ഞു. അത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, കേട്ടോ കൽപ്പനെ, നിന്റെ സംശയം മാറിയില്ലേ? അപ്പോഴേക്കും ഉടനെ ഉർവശി ചോദിച്ചു, അല്ല എന്ത് സാധനം മേടിക്കാനാവും പോയത് എന്ന് ചോദിച്ചപ്പോൾ കൽപ്പനയുടെയും ഉർവശിയുടെയും സംശയം കണ്ടിട്ട് പ്രിയങ്ക പറഞ്ഞു, അതെന്താന്ന് വരുൺ ഇങ്ങോട്ട് വരുമ്പം കാണാം. വരുൺ ഇങ്ങോട്ടല്ലേ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് എന്ന് പറഞ്ഞ് പ്രിയങ്ക ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തേക്ക് പോയി. ഈ സമയത്ത് കൽപ്പന പറഞ്ഞു, എൻ്റെ അമ്മ അവൾ പറഞ്ഞെല്ലാം കള്ളമാണ്, അമ്മ ഇത് വിശ്വസിക്കരുത് എന്ന് പത്നിയോട് പറയുമ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കാനും അവരെ കുറ്റപ്പെടുത്താനും മാത്രമേ അറിയത്തുള്ളല്ലോ. ഏതു നേരവും അവരുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത് എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ മുത്തശ്ശി അരികിലേക്ക് വന്ന് കൽപ്പനയോടും ഉർവശിയോടും പറഞ്ഞു, ഇനി മേല അവരുടെ പിന്നാലെ നടന്ന് നിങ്ങൾ അവരുടെ കുഴപ്പങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കണ്ട. അവര് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പത്മിനിയുടെ അരികിലേക്ക് എത്തി വീണ്ടും ഉർവശി പറഞ്ഞു, അമ്മേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ എന്ന് പറഞ്ഞപ്പോൾ കൽപ്പനെ മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് പത്മിനി അവിടെ നിന്ന് നടന്നു. അതിനുശേഷം കാണുന്നത് രാധിക സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ച് ഉമ്മറത്ത് കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥനയോടെ പുറത്തേക്ക് ഇറങ്ങി അസ്ഥിത്തറയിൽ വിളക്ക് തെളിയിച്ച് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ രാധിക നിൽക്കുന്ന നേരത്ത് അവിടെയുള്ള ആ ചെടികളുടെ മറവിൽ നിന്നുകൊണ്ട് രാധികയെ തന്നെ നോക്കി നിൽക്കുകയാണ് ജീവൻ. അങ്ങനെ ജീവ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇതറിയാതെ പ്രാർത്ഥനയ്ക്ക് ശേഷം കണ്ണു തുറന്ന് മടങ്ങാൻ തുടങ്ങിയ രാധിക അവിടെ തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്ന ജീവനെ കണ്ടു. ഉടനെ രാധിക ജീവനെ നോക്കുന്നത് കണ്ടിട്ട് കണ്ടില്ല എന്ന ഭാവത്തിൽ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ജീവൻ രാധികയെ വിളിച്ചു. രാധികയെ. അത് കേട്ടതും ദേഷ്യത്തോടെ രാധിക നോക്കി. എന്താന്നുള്ള രീതിയിൽ രാധിക നോക്കുമ്പോഴേക്കും ജീവ പറഞ്ഞു, എനിക്ക് രാധികയോട് സംസാരിക്കണം. തന്നോട് സംസാരിക്കാനാണ് ഞാൻ വന്നത്. താൻ പറഞ്ഞതുപോലെ തന്നെ മറക്കാനൊന്നും എനിക്ക് കഴിയുന്നില്ല. എന്നും തൻ്റെ കൂടെ തന്നെ ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് താൻ ഇങ്ങനെ എന്നെ ഒഴിവാക്കി നടക്കരുത്. എന്നോട് താൻ പലതും പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് താൻ പോകുന്നില്ല. തന്നോടുള്ള എൻ്റെ ഇഷ്ടം എൻ്റെ ഉള്ളിൽ നിന്ന് മാറുന്നില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതൊക്കെ തന്നെയാണ്. സന്ധ്യാനേരത്ത് ഉമ്മറത്ത് തിരി തെളിയിക്കുന്നതും അസ്ഥിത്തറയിൽ വന്ന് വിളക്ക് തെളിയിച്ച് മനമുരുകി പ്രാർത്ഥിക്കുന്നതും ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാമീണ പെൺകുട്ടിയിലെ ഉള്ള സ്വഭാവ സവിശേഷതകൾ തന്നെയാണ്. അതുകൊണ്ട് എന്തായാലും തന്നെ എനിക്ക് മറക്കാനാവില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും രാധിക പറഞ്ഞു, അതെ, ഞാൻ മാത്രമല്ല ഇവിടെ ഉള്ളത്. എൻ്റെ വീട്ടുകാരും ഉണ്ട്, മറ്റു പലരും ഈ വീട്ടിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒന്ന് പോകുവോ എന്ന് രാധിക വീണ്ടും ജീവിയോട് അപേക്ഷിച്ചു. അത് കേട്ട ഉടനെ ജീവ പറഞ്ഞു, എടോ, ഞാൻ തന്നെ ധിക്കരിച്ചിവിടെ നിൽക്കുന്നൊന്നുമില്ല, ഞാൻ പൊക്കോളാം. പക്ഷേ തന്നോടൊരു കാര്യം ചോദിക്കാനാ വന്നത്. ഞാൻ മുറ പോലെ തന്നെ വിവാഹം ആലോചിച്ച് വന്നാൽ തനിക്ക് വേറെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നും തനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്നും പറഞ്ഞ് എന്നെ നിരാശനായി പറഞ്ഞയക്കരുത് എന്ന് രാധികയോട് ജീവ ആവശ്യപ്പെടുമ്പോൾ രാധിക ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ഒന്ന് പോകുമോ എന്ന് ചോദിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് ആരെങ്കിലും കണ്ടാൽ, പ്രത്യേകിച്ച് മുത്തശ്ശി കണ്ടാൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഓർത്ത് ആകെ സങ്കടത്തോടെ രാധിക അവിടെ നിൽക്കുമ്പോഴാണ് വാതുക്കലേക്ക് എത്തിയ സുകുമാരി ആ കാഴ്ച കാണുന്നത്. രാധിക ആരോട് സംസാരിച്ചു നിൽക്കുന്നതും അപ്പുറത്ത് ചെടികൾക്കിടയിൽ ആരോ മറിഞ്ഞിരിക്കുന്നതും കാണുന്ന സുകുമാരി സംശയത്തോടെ രാധികയുടെ അരികിലേക്ക് നടന്നെടുക്കുന്നു.